ഹായ്, ഞാൻ വീണ്ടും വന്നേ. നിങ്ങളോട് ഒരു ചെറിയ പോസിറ്റീവ് തിങ്കിങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സഫർ ചെയ്യുന്നത് ഒക്കെയാണ് പ്രോബ്ലംസ്, സ്ട്രഗിള്, സഹനം എന്നൊക്കെ ഉള്ളത്. അത് പലർക്കും പല സഹനങ്ങളും പല പ്രതിസന്ധികളും പല പ്രോബ്ലംസും ആയിരിക്കും ഓരോരുത്തരുടെ ജീവിതത്തിൽ. ഞാനൊക്കെ പലവട്ടം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ പള്ളിയിൽ പോയിട്ടും ഇതെന്താ എന്നെ ഇങ്ങനെ വിട്ടുപിരിയാതെ ഇങ്ങനെ നടക്കുന്നത്. ഞാനൊരിക്കലും ഒരു ധ്യാനത്തിന് പോയപ്പോൾ ഒരു ധ്യാനഗുരു എന്നെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സഹനത്തിൻ്റെ പുത്രിയാണല്ലോ. അപ്പോൾ അത് കേട്ട വഴി ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓർത്ത് ദൈവമേ, ജീവിതകാലം മുഴുവൻ സഹനം കൊണ്ട് ജീവിക്കേണ്ട വരേണ്ട അവസ്ഥയാണെന്ന്. അത് കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം തോന്നി. അപ്പോൾ ഞാനിങ്ങനെ പല അവസരങ്ങളിൽ നമ്മൾ ഒരുപാട് തളർന്നു പോകുന്ന അവസ്ഥകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തോട് ചോദിച്ച് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ചോദിക്കുന്ന പ്രാർത്ഥനകളിൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ എന്തിനാ ദൈവമേ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ചോദിക്കാത്ത മനുഷ്യരാരും തന്നെ ഇല്ല. കാരണം എല്ലാ ജീവിതത്തിലും ഒന്നല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള സഹനങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട്. അതില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇന്ന് ഈ ലോകത്തില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ തിങ്ക് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ എനിക്കതിന് മാതാവ് തന്നൊരു തോട്ട്, അതൊരു ചെറിയ കോമഡിയാണ്, എന്നാലും പെട്ടെന്ന് അത് മനസ്സിലാകാൻ പാകത്തിന് എനിക്കത് തന്നിരുന്നു. അതായത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഒരുപാട് നാൾ ചിരിച്ച് കളിച്ച് നമ്മുടേതായ സന്തോഷങ്ങൾ ജീവിച്ച് മുന്നേറുമ്പോഴത്തേക്കും നമ്മുടെ ലോകം അതായിരുന്നു. അത് നമ്മുടെ ഈശോയും നമ്മളുമായിട്ടുള്ള ബന്ധമായിട്ട് അത് ഒന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ഹാപ്പി ആയി പോണ ഒരു സമയത്ത് മൂന്നാമതൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും പതിയെ നമ്മൾ അയാളിൽ നിന്ന് ദൈവത്തെ നമ്മളൊരു ലവറായിട്ട് സങ്കല്പിക്കാനാണ് അന്ന് എനിക്ക് വ്യക്തമാവാൻ വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണം. അപ്പം നമ്മൾ പതുക്കെ അതിൽ നിന്ന് അകന്നകന്ന് ഈ ആളെ ശ്രദ്ധിക്കാതെ പുതിയ ഒരു ലോകത്തിൻ്റെ കൂടെ നമ്മളങ്ങ് മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇവരുടെ കൂടെ പോയി സന്തോഷങ്ങളും ഇതൊക്കെയായിട്ട് നിൽക്കുമ്പോൾ ഈ നമ്മളെ ഒരുപാട് സ്നേഹിച്ച ദൈവം അവിടെ ഒരു നോക്കൂത്തിയായി മാറുവാണ് പലരുടെയും ജീവിതത്തിൽ. നമ്മൾ നമ്മുടെ സന്തോഷങ്ങളിൽ പോകുന്നു. ഈ ദൈവം പ്രതീക്ഷിക്കും ഇന്ന് എന്നെ തേടി വരും, അല്ലെങ്കിൽ എൻ്റെ കൂടെ തിരിച്ച് എന്നിലേക്ക് തന്നെ വരും എന്നുള്ളൊരു പ്രതീക്ഷ എന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പുതിയൊരു ലോകത്തിൻ്റെ കൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൂന്നാമത് ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ പണമാവാം, നമ്മുടെ പൊസിഷൻസ് ആവാം, നമ്മുടെ ബന്ധങ്ങളാകാം, അങ്ങനെ നമ്മളിൽ നിന്ന് ദൈവത്തെ എന്ത് അകറ്റുന്നു അതെല്ലാം എന്താ പറയുക, മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് പോലെ അതെല്ലാം മൂന്നാമതൊരു ഇതായി വരുവാണ്. അപ്പോൾ അങ്ങനെ ദൈവം കുറേ നാൾ നമ്മൾ വാച്ച് ചെയ്തു, നമ്മൾ തിരിച്ചു വരുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ദൈവത്തിന് തോന്നും, ഇനി ഇത് തിരിച്ചു വരാനായിട്ട് ഈ ഒരു ചെറിയ തട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊട്ട് കൊടുക്കാതെ ഒരു നിവൃത്തി ഉണ്ടാവില്ല എന്ന് ദൈവത്തിന് തോന്നണം കൊണ്ടാണ് ആദ്യമേ കൊച്ചു സഹനങ്ങൾ തന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ നമ്മുടെ വഴികളിൽ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു വലിയ പ്രഹരം നമ്മുടെ മേൽ വന്നു കഴിയുമ്പോഴത്തേക്കും അതുവരെ നമ്മുടെ മുന്നിലുള്ള ലോകങ്ങളും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് മാഞ്ഞില്ലാതാവും. നമ്മുടെ കൂടെ നടന്നവരില്ലാതാവും. നമ്മൾ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നമ്മൾ വീണ്ടും ആരിലേട്ടാണ് ചെല്ലുന്നത്? ഈ ദൈവത്തിലേട്ട് തന്നെ. അപ്പോൾ ഇതാണ് ദൈവം അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അതായത് നമ്മളെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നമ്മൾ എന്നും വേണമെന്നുള്ള
ആഗ്രഹമാണ് ദൈവത്തിന് എപ്പോഴും. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു പോകുമ്പോഴാണ് സഹനങ്ങൾ എന്നുള്ളൊരു ഇതിലേട്ട് ദൈവം നമ്മളെ മാറ്റിവിടുന്നത്. അത് പക്ഷേ എന്താ പറയുക, ഭയങ്കര ശിക്ഷകളായി കണ്ട് ദൈവത്തെ വെറുത്ത് ദൈവത്തിലേക്ക് തിരികെ വരാതെ പോകുന്നവരാണ് ഒരുപാട് നാശങ്ങളിലേക്ക് പോയി പതിച്ച് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാതെ ജീവിതത്തിൻ്റെ പതർച്ചകളിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ ഈ സഹനങ്ങളിൽ നിന്നെല്ലാം ദൈവത്തോട് തിരികെ ചേരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാകും, ദൈവമേ ഞാൻ ഇത്രയും നാളും നിന്നെ മറന്നു പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ നിന്നോട് കാണിച്ചത് തെറ്റായി പോയല്ലോ, ഇനി ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകത്തില്ല എന്നൊരു മനസ്സ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തോട് നമ്മൾ ഒട്ടിച്ചേർന്ന് നിൽക്കും. ഇത് തന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ എന്നിൽ നിന്ന് അകന്നു പോകരുതെന്നാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സഹനങ്ങൾ വഴി നമ്മൾ ദൈവത്തോട് അടുക്കുകയല്ല, നമ്മൾ ദൈവത്തോട് കൂടുതൽ സഹനങ്ങൾ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകലുകയല്ല, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തിരിച്ചറിവ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ സഹനം തരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിന്ത, ദൈവമേ ഞാൻ അകന്നു പോയോ, അതുകൊണ്ടാണ് ദൈവം ഇപ്പോഴും എന്നെ പരീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉൾചിന്ത ഉള്ളിടത്തോളം നമ്മൾ ഒരിക്കലും ദൈവത്തെ വിട്ടുപോകില്ല. ഈ സഹനങ്ങളെല്ലാം നന്മകളായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും അകലാതെ ആ സഹനങ്ങളിലും ഈ സഹനങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്താ അതിന് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് അത് അതിജീവിക്കാൻ കഴിയും. എന്ത് സഹനങ്ങളും നമ്മുടെ മുന്നിൽ വന്നാലും ആരൊക്കെ എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആത്മവിശ്വാസത്തോടെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും. അപ്പോൾ എനിക്ക് തന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, സഹനങ്ങൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ഒന്നാണ്. അത് സഹനങ്ങൾ വഴി ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ദൈവത്തെ വിളിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുവരെ നമുക്ക് ദൈവത്തെയും വേണ്ട, നമ്മുടേതായ ജീവിതത്തിൽ നമ്മൾ ജീവിച്ച് മുന്നേറുക ചെയ്യുന്നത്. പക്ഷെ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ വിളിക്കണേ ആരെയും, നമ്മുടെ വേണ്ടപ്പെട്ടവരെയോ നമ്മുടെ പ്രിയപ്പെട്ടവരെയോ ഒന്നുമല്ല, നമ്മുടെ ദൈവത്തെ തന്നെ. ആ ഒരു വിളിക്ക് വേണ്ടിയാണ് ദൈവം നമുക്ക് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ തരുന്നത്. അപ്പോൾ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മൂന്നാമത്, അത് പണമാകാം, കൂട്ടുകാരാകാം, അതുപോലെ ബന്ധങ്ങളാകാം, അങ്ങനെയുള്ള ഒന്നും കൊണ്ടുവരാതിരിക്കുക. അതായത് എപ്പോഴും നമ്മൾ ദൈവത്തോടൊപ്പം തന്നെ, ദൈവത്തെ മുറിവേൽപ്പിക്കാതെ ദൈവത്തോടൊപ്പം തന്നെ ജീവിതത്തിൽ മുന്നേറണമെന്നാണ് എനിക്കന്ന് കിട്ടിയ മെസ്സേജ്. അപ്പോൾ ഇതുപോലുള്ള പോസിറ്റീവ് തിങ്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സമയത്ത് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പലരിൽ നിന്നും പല രീതികളും കേട്ടിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തരുന്ന ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും, എന്നെപ്പോലെ ഒരു ഒരാളുടെ തലയിൽ ഇത്രയും ഉപമകളും ഇതുങ്ങളൊന്നും വരില്ലെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഊഹിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഒരു കരുതൽ, ഒരു സ്നേഹത്തിൻ്റെ സ്വരം, ഒരു പ്രതീക്ഷയുടെ കരം എപ്പോഴും എൻ്റെ മേലുള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ പതറാതെ നമ്മൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബലമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത്. അതായത് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്നും നിലനിർത്തുവാണെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തന്ന മെസ്സേജ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്ന് കാണുക. അതുവരേക്കും ബൈ ബൈ.